ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ ഞാനിങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുവാണ്. ഇങ്ങനെ ഇരുന്ന് ഇവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് എന്ത് വീഡിയോ ചെയ്യുന്ന ആലോചിച്ചപ്പോൾ ഞാൻ നോക്കുമ്പോൾ പാവിൻ്റെ അപ്പം കിടാവിനെ കുളിപ്പിക്കുന്നു. എന്നാൽ കുറച്ച് ഷോട്ട് അപ്പൻ്റെ എടുത്ത് വെച്ചിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾ വിചാരിക്കും പൊറോട്ടയും ഗോപിയും എന്നും ഭയങ്കര റിച്ച് ഫുഡായിരിക്കുന്ന ഒന്നുമല്ല. നോമ്പായതുകൊണ്ടും പിന്നെ ഇന്നലെ നമ്മൾ വൈകുന്നേരം ഞാൻ നാത്തോണ്ട് കഴിക്കാൻ ഹോട്ടലിൽ പോയിരുന്നു. അതിൻ്റെ ബാക്കി കഴിച്ചതിൻ്റെ ബാക്കി എടുത്തുകൊണ്ട് വന്നു. അതൊന്ന് രാവിലെ ചൂടാക്കി കഴിക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പുൽക്കൂടൊന്നും കൂടെ നമ്മൾ മാറ്റി സെറ്റ് ചെയ്യണം, സ്ഥലം മാറ്റി വെക്കണം. നമുക്ക് അവിടെ വെച്ചത് എനിക്ക് അത്ര തൃപ്തിയായില്ലായിരുന്നു. അപ്പോൾ നമ്മളിതാ ഈ സ്ഥലത്തോട്ട് നമ്മൾ പുൽക്കൂട് മാറ്റുകയാണ്. ഈ കഴിഞ്ഞ ദിവസമാണ് ഇവിടെ ഇപ്പോൾ ഈ ട്രീ ഇരിക്കുന്ന ഭാഗം ടൈലിട്ടത്. അതിന് മുമ്പ് അത് വെറുതെ സിമെൻറ്റ് ഇങ്ങനെ ഇട്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഒരു ഭംഗിയില്ലായിരുന്നു. ഇപ്പം ടൈലൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരു രസമുണ്ട്. അപ്പോൾ ഞാൻ വെച്ചാൽ പിന്നെ ഈ പ്രാവശ്യത്തെ ട്രീയും മറ്റേ ഉണ്ണീശ സെറ്റെല്ലാം കൂടെ ആക്കി ഇവിടെ അങ്ങ് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഉണ്ണീശ സെറ്റ് എല്ലാം കുഞ്ഞിതാണ്. അപ്പം കൂട്ടുകാരത്തിൻ്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം പോയപ്പോൾ നമ്മൾ വലിയ സെറ്റ് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളത് ഇതിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് അത്യാവശ്യം നല്ല വലിയ സെറ്റ് നമുക്കിതെടുത്ത് അവിടെ സെറ്റ് ചെയ്യണം. അപ്പോൾ യൂസഫ് പിതാവ് ഏതാ ആട്ടിടേൻ ഏതാണെന്നുള്ള കൺഫ്യൂഷൻ. ഇതെല്ലാം ഒരേപോലെ വരച്ച് വെച്ചേക്കുന്നുണ്ട്. ഈ കഷണ്ടി ഉള്ളതാരാ? ഇത് ആട്ടിടയൻ. യൂസഫ് പിതാവ് യൂസഫ് പിതാവിൻ്റെ മൂന്ന് ഏതാ? യൂസഫ് പിതാവ് സ്വർണ്ണമാലയൊക്കെ ഇട്ടിട്ടുണ്ടോ? തന്നെ അമ്മീത് ഇതൊന്നും യൂസഫ് പിതാവല്ല അമ്മി. മാതാവ് കൈ കൂപ്പി നിൽക്കുന്നുണ്ട്, അതാണെന്ന് മനസ്സിലാക്കാം. അത് നമ്മുടെ മാതാവ്. മാതാവിൻ്റെ ഒക്കെ കണ്ണു നോക്കിയമ്മേ, അത് യൂസഫ് പിതാവല്ല. അത് കുന്തിരിക്കം കൊണ്ട് വന്ന രാജാക്കന്മാര്. എൻ്റെ അമ്മ കുന്തിരി. ഇത് പുഴയിൽ പോയിട്ട് മീനെ പിടിക്കും. മീനല്ല ഇതെന്താ? എൻ്റെ ദൈവമേ, ഏതാ പോമേ? യേശപ്പിത അവനെ കറുത്ത കരിക്കട്ട പോലെ ഇരിക്കുന്നത് അതൊന്നും അല്ല. പോടുന്നു യേശപ്പിത ഇല്ല നമുക്ക് ഉള്ളേശ് സൈറ്റിൻ്റെ അകത്ത്. അങ്ങനെ ഏതല്ലേ യേശപ്പിതാവിനെ കൊണ്ട് വെച്ചിട്ട് കാര്യമുണ്ടോ? പോവി ഈ ഉണ്ണീശോനെയൊക്കെ മറ്റേ നോക്കിക്കേ, പേടിയോ. ആടിനെ പുറത്ത് വെക്കാം. ആടിനെ പുറത്ത് വെക്കാം. ഇത് വേണ്ട, അത് വേണ്ടേ? അങ്ങനെ എല്ലാം അങ്ങോട്ട് തിരിച്ചു. പക്ഷെ അപ്പം ഇങ്ങോട്ട് കാണുമില്ലൊന്നും. അങ്ങോട്ട് കാണുന്നില്ല. ഈശോനെ നോക്കിയല്ലോ എല്ലാവരും നിൽക്കണ്ടേ. നോക്കണ്ടേ ഈശോയും ഈശോനും ആകും. ഓ എൻ്റെ അമ്മയെ ആ ഈശോ നമ്മുടെ എടുത്ത് വെക്കും. നമ്മളിൻ്റെ കാർബോർഡ് നമ്മളിൻ്റെ കാർബോർഡ് ഇനി തപ്പി എന്തോ ഒരു കുറവുണ്ട്. ഇതിൻ്റെ അകത്തൊരു വഴി കാണിച്ച് വന്നൊരു മാലാഖ എന്തുകൊണ്ടോ ഇല്ല. ഉണ്ട്, ഇല്ലാതിരിക്കല. ഇതാ കിടക്കണം. ഇതാ ഗ്ലോറിയ. പക്ഷെ ഇത് വെക്കാൻ പറ്റും, പക്ഷെ വെയിറ്റ് താങ്ങുമെന്ന് അറിയത്തില്ല. അങ്ങനെ നമ്മുടെ ട്രീയും പുൽക്കൂടൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്ത് കുറച്ച് ലൈറ്റിൻ്റെ പരിപാടികളുണ്ട്. അത് പിന്നെ കുറച്ചുകൂടെ വൈകിട്ടായിട്ട് ചെയ്യാമെന്ന് ഓർത്ത് വെച്ചേക്കുവാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ട്രീയും പുൽക്കൂടൊക്കെ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളത് കണ്ടു നോക്കാം. രാത്രിയിലത്തെ വ്യൂ നല്ല രസമുണ്ട്. അപ്പം വീഡിയോ ആദ്യമായിട്ടാണെന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നതെങ്കിൽ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരുടെയും വീട്ടിൽ പുൽക്കൂടും ട്രീയും എല്ലാം ഒരുക്കിയിട്ടുണ്ടെന്ന് അറിയാം. എന്നിരുന്നാലും നമ്മുടെ വീട്ടിൽ ഒരു കൊച്ചു പുൽക്കൂടും ഒരു കൊച്ചു ട്രീയും ഒരുക്കിയത് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ച് ഒരു സന്തോഷം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടൊരു വീഡിയോ ചെയ്തതാണ്. അപ്പം വീണ്ടും അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ.